ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയാണെങ്കിൽ ഒരു ദിവസം ഓർഡർ അനുസരിച്ചിട്ട് പൂ കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. വരുന്ന വഴിയിൽ ഒരു ആള് പോയി കുറേ നല്ല പൂക്കളൊക്കെ കൊണ്ടുപോയി ഒരിടത്ത് ഇങ്ങനെ ഫേസ്റ്റിൽ തട്ടുകയാണ്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രേവതി പൂ കച്ചവടക്കാരിയാണല്ലോ. നല്ല പൂവും കുറേ ബൊക്കകളും ഒരുപാട് ഇങ്ങനെ കൊണ്ട് കളയുന്ന കണ്ടിട്ട് രേവതി അവിടെ സ്കൂട്ടി നിർത്തിയിട്ട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ എന്തേ കാണിക്കുന്നത്, ഈ നല്ല പൂക്കളെല്ലാം എന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നതെന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, മോളെ ഞാൻ തേണ്ടേ ഈ ഓഡിറ്റോറിയം ക്ലീൻ ചെയ്യാൻ വന്ന ആളാണ്. ഈ നല്ല പൂക്കളൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും വില കൂടിയ പൂക്കളൊക്കെ വെച്ചിട്ട് ബൊക്കകളും പൂമാലയൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം അത് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഇതുകൊണ്ട് കളയാണ്. ഒരു ദിവസം മാത്രമാണ് ഈ പൂക്കളുടെ ആയുസ്സെന്ന് ഇങ്ങനെ പറയുകയാണെ. അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അയാൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, എത്ര വലിയ വിലയാ ഈ പൂക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തർ വാങ്ങിക്കുന്നത്. വെറുതെ പൈസ കൊടുത്ത് ഇങ്ങനെ കുറേ പൂക്കൾ മേടിക്കും, ഇതുകൊണ്ട് വേസ്റ്റ് കൊട്ടയിൽ തട്ടാനാണെന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയാൾക്ക് പിന്നീട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ രേവതി ഒരു പൂ കെട്ടുന്ന ആളാണെന്നും ഒരു പൂ കച്ചവടക്കാരിയാണെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ മോക്കത് കേട്ടിട്ട് വിഷമമായോ, ഞാൻ നിങ്ങളുടെ തൊഴിലിനെയോ ഈ പൂക്കളെയൊന്നും കുറ്റം പറഞ്ഞതല്ല. അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വില കൂടിയ പൂമാലകളും ബൊക്കെയൊക്കെ മേടിക്കും, അത് ഒരു സെക്കൻഡ് പോലും കൈ വയ്ക്കാതെ വെറുതെ ഇങ്ങനെ വേസ്റ്റ് കൊട്ടയിൽ തട്ടുകയാണ്. എന്തിനാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാണ്, മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്കൂട്ടി ഓടിച്ചു പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ രേവതിയിൽ അയാൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ കയറി വരികയാണ്. ഒരുപാട് വില കൊടുത്തിട്ട് ഇത്രയും അധികം പൂക്കൾ മേടിക്കും, അത് വെറുതെ വേസ്റ്റ് ആവുകയാണ്, ആർക്കും ഒരു ഉപകാരം ആവുന്നില്ല, പ്രകൃതിക്ക് കൂടുതൽ ദോഷമാവുന്നേ ഉള്ളൂ, കൂമ്പാരം വേസ്റ്റ് കൊട്ടയിൽ കൂടുകയാണെന്നൊക്കെ ഇങ്ങനെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതിയുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിക്ക് പുതിയൊരു ഐഡിയ തന്നെ തോന്നുന്നുണ്ട്. ഈ ഫംഗ്ഷനിലൊക്കെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഫ്ലവർ ബൊക്കെയൊക്കെ കൊടുക്കാറ്. അതിന് പകരം ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് തന്നെ ഒരു റെഡിയാക്കിയാലോ, അത് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയില്ല അവർക്ക് കൊടുത്താൽ അതവർക്കൊരു ഗിഫ്റ്റും ആകും, അതവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ, പൈസ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രേവതിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിരുന്നിട്ട് രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ സച്ചിയോട് ഈ കാര്യം ഇങ്ങനെ രേവതി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഡെമോ പോലെ ഒരു സൂപ്പർ നല്ല മനോഹരമായിട്ട് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ നിറച്ച് നല്ല മനോഹരമാക്കിയിട്ട് രേവതി സച്ചിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി, എന്തായാലും നീ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും തോന്നിയില്ല, ഇതെന്തായാലും ഇത് നന്നായിട്ട് സക്സസ് ആവും, നല്ലൊരു ഐഡിയ ആണ്, ഇത് ആർക്കും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, രേവതി ഇത് എല്ലാവരെയും കാണിക്കണം, നിനക്ക് ഇത്രയും കഴിവുകളുണ്ടെന്നേ ഈ വീട്ടിലുള്ളവരും കൂടി അറിയട്ടെ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ ഇപ്പോൾ ആരെയും കാണിക്കണ്ട, ഇത് ഞാൻ സച്ചിയേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാ, അതൊന്നുമല്ല രേവതി, നമ്മുടെ കഴിവുകൾ അത് ആരഭിനന്ദിച്ചാലും ആര് കുറ്റപ്പെടുത്തിയാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരെ കാണിക്കണം. അത് അംഗീകരിക്കുന്നവരും ഉണ്ടാവും നിരസിക്കുന്നവരും ഉണ്ടാവും, അതൊന്നും നമുക്കൊരു തടസ്സമാകാൻ പാടില്ല. എന്തായാലും ഇത്രയും വലിയൊരു ഐഡിയ കാണിച്ച് നിന്നെ ഇതിങ്ങനെ മറ്റുള്ളവരെ കാണിക്കാതെ വെക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഉറക്കെ എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഹോളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ രാത്രി കിടന്നിട്ട് ഒച്ച വയ്ക്കുന്നത്? അച്ഛാ ദേ ഇത് കണ്ടോ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബാസ്ക്കറ്റ് എടുത്തിട്ട് സച്ചി ഇങ്ങനെ രവീന്ദ്രനെ കാണിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് രേവതി ഉണ്ടാക്കിയതാ ഫ്ലവർ ബൊക്കെ, ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയണേ. അപ്പോഴേക്കും രവി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ മോളെ ഇത് നന്നായിട്ടുണ്ടല്ലോ, ഇത് നല്ലൊരു കൺസെപ്റ്റാണെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇത് രേവതിയുടെ പുതിയൊരു ബിസിനസ്സാണ്, ഈ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ ഇത് കൊള്ളാമല്ലോ, ഫ്രൂട്ട് ബൊക്കെയോ, എന്തായാലും രേവതി ചേച്ചി ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, ഇത് നമുക്ക്
എന്തായാലും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൂടെ തന്നെ വർഷം ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് രേവതിയുടെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം നമ്മുടെ ശ്രുതിക്കും ഒന്നും ഇതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ചന്ദ്രമതിയുടെ കാര്യം പറയുകയും വേണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് കാണുമല്ലോ. കാരണം നമ്മുടെ രേവതി ഒരു നല്ല നിലയിൽ എത്തുന്നത് ഇഷ്ടപ്പെടാത്ത ആ വീട്ടിലുള്ള കുറച്ച് പേരാണല്ലോ. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിട്ട് പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ പൂ വിറ്റിട്ട് തന്നെ ഈ വീട്ടിൽ ഇനി പൈസ കൊണ്ടുവയ്ക്കാൻ ഇടവില്ല, അപ്പോൾ പിന്നെ ഇതും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ എല്ലാത്തിനെയും തെറ്റായ രീതിയിലാണ് കാണുന്നത്. നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ കാണുന്ന ആ കണ്ണും ആ മനസ്സും വെച്ചിട്ടായിരിക്കും ഏതൊരു കാര്യവും വിലയിരുത്തേണ്ടത്. എന്തായാലും പണത്തിനെ വെച്ചിട്ട് ഒരു കാര്യവും നീ വിലയിരുത്തില്ലെന്ന് പറയുകയാണേ. ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അമ്മയോട് തർക്കിക്കാൻ പോകുന്നത്? രേവതി എന്തെങ്കിലും ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് അമ്മ അംഗീകരിച്ച കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണേ. അത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഈ കൺസെപ്റ്റ് ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ലല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ടോണ്ട് ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്നുള്ളത് ഞാനും ഒരുപാട് ക്ലയൻസിൻ്റെയൊക്കെ എടുത്തും ഒരു ഫംഗ്ഷനൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ രീതി കണ്ടാൽ തോന്നും ഇവരാണ് ഇത് കണ്ടുപിടിച്ചത്, ഇപ്പോൾ പുതിയതായിട്ടുള്ള എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണല്ലോ ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് സച്ചിയാണെങ്കിൽ കയറി പറയുന്നുണ്ട്, എടാ നീ എന്താ ഈ പറയുന്നത്? നിന്റെ കടയിൽ വിൽക്കുന്ന ഒരു കമ്പനിയിലെ മാത്രമല്ലല്ലോ സാധനങ്ങളുള്ളത്, ഫോറിനിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ട്, പല കമ്പനികളുടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നിന്റെ കടയിൽ നീ ആ സാധനങ്ങൾ വിൽക്കാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് ഇതിൽ കയറി പറയുന്നുണ്ട്, അല്ലെങ്കിലും അങ്ങനെയാണ്, സുധിയേട്ടനാണെങ്കിൽ സുധിയേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ മറ്റാരെന്ത് ചെയ്താലും നല്ലതെന്ന് പറയില്ലല്ലോ. എന്തായാലും രേവതി ചേച്ചി ഈ കൺസെപ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതെന്തായാലും സക്സസ് ആവുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വർഷയും പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ നാട്ടിലൊന്നും ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കണ്ടിട്ടേ ഇല്ല, എന്തായാലും ഇത് നന്നാവും പൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ഭയങ്കര ഹാപ്പി ആയിട്ട് രേവതിയോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, എന്തായാലും രേവതി ചേച്ചി നല്ലൊരു ബിസിനസ് വുമണാണ്. കാരണം ഒരു നല്ല ബിസിനസ് മൈൻഡുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസൊക്കെ ഇങ്ങനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. രേവതി ചേച്ചി നല്ല ഒരു നിലയിലെത്തും. എന്തായാലും ഒരു ഡെമോ എനിക്കും ഉണ്ടാക്കി തരണം, അത് ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ കാണിച്ചിട്ട് നല്ല ഓർഡറൊക്കെ വാങ്ങിത്തരാമെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവി പറയുന്നുണ്ട്, മോളെ രേവതി നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്? അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ അത് വലിയ വലിയ വീടുകളിലൊക്കെയാണ് നേരത്തെ ബൊക്കകളൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ സാധാരണ ആളുകളും എല്ലാ ഫംഗ്ഷനും ആളുകളെ സ്വീകരിക്കാനും ഒക്കെ ഇങ്ങനെ ബൊക്കകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ വേസ്റ്റ് ആവുന്ന കണ്ടിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. ഫ്രൂട്ട്സ് ആകുമ്പോൾ അത് ഹെൽത്തിന് നല്ലതാണ്, അത് പൈസ വേസ്റ്റ് ആവുന്നുമില്ലല്ലോ, കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും ഒരു സന്തോഷം തോന്നുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, മോളെ എന്തായാലും മോൾ ആ പറഞ്ഞതിനകത്ത് മോളുടെ നന്മയുണ്ടല്ലോ, ആ നന്മയ്ക്കാണ് മോളുടെ വിജയം. അത് ആ ഒരു സാധനം വേസ്റ്റ് ആവുന്ന കണ്ടിട്ടാണല്ലോ മോക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്. എന്തായാലും മോക്ക് മാത്രമേ ഇതിന് സാധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ രവിയേട്ടാ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യത്തിന് ഇവളെ ഇത്രയ്ക്കങ്ങ് പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ച് വന്ന കാര്യമൊന്നുമല്ലല്ലോ. സാധാരണ എല്ലാവരും ഓരോ ആൾക്കാരെ കാണാൻ പോകുമ്പോഴേ കവറിനകത്ത് മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇവള് ചെയ്തപ്പോൾ ഇത്ര വലിയ സംഭവം ആക്കാനുണ്ടോ എന്ന് പറയാനേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അമ്മേ പൂ കൊടുത്താൽ അത് മറ്റാർക്കും പിന്നീട് ഉപയോഗമാകുന്നില്ല. പിന്നെ ഇപ്പോൾ ആളുകൾ ഫ്രൂട്ട്സ് അല്ല സ്നാക്സ് മുട്ടായിയൊക്കെ ഇങ്ങനെ ബൊക്കയാക്കി കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നും അത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ. കുട്ടികളൊക്കെയാണ് ആ ബൊക്ക കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ആകുമ്പോൾ അത് എല്ലാവർക്കും ഹെൽത്തിന് ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷയാണെങ്കിലും മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെ കൈ കൊട്ടുകയാണ് കേട്ടോ. രേവതി ചേച്ചി എന്തായാലും അതിന് സൂപ്പറായിട്ട് മറുപടി കൊടുത്തു എന്ന് പറയാനേ.
രേവതി ചേച്ചി, ഞാൻ ഉടനെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് രേവതി ചേച്ചിയുടെ പിക്ക് സഹിതം ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വലിയ ബോർഡ് വെക്കും. രേവതി ചേച്ചിക്ക് അപ്പോൾ ഒരുപാട് ഓർഡറും ഒക്കെ കിട്ടുമെന്നിങ്ങനെ വർഷയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേട്ടിട്ട് പുച്ഛത്തോടു കൂടിയിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രവിയുടെ മറ്റൊരു മറുപടിയും കൂടി വരുന്നത്. എന്തായാലും മോളെ രേവതി, നിനക്ക് നല്ല ഭാവിയുണ്ട്. ഇങ്ങനെ പോയാൽ മോള് നല്ലൊരു ബിസിനസ് വുമൺ തന്നെ ആവുമെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഈ പറയുന്നത്? ഈ പഴങ്ങളൊക്കെ കൂടയ്ക്കകത്ത് കെട്ടിക്കൊടുത്താലേ പിന്നെ ഒരു വലിയൊരു ഫ്രൂട്ട്സ് കടയാണ് ഉണ്ടാവാൻ പറ്റുക. എങ്ങനെ ഒരു ബിസിനസ് വുമൺ ആവുന്നത്? ഇതേ പൂക്കച്ചവടം ചെയ്താലും ഫ്രൂട്ട്സ് കച്ചവടം ചെയ്താലും എന്നൊരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാന്നല്ലാതെ മറ്റൊരു ഉയർന്ന പൊസിഷനിൽ എത്തുമൊന്നുമില്ല. അതിനേക്ക് എന്നെ പോലെ നല്ല വിദ്യാഭ്യാസം വേണം. ഈ വിദ്യാഭ്യാസവും ബിസിനസ്സും തമ്മിലേ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛത്തോട് കൂടിയിട്ട് സച്ചിയും രേവതിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എന്നാൽ സച്ചി ഇടയിൽ കയറി പറയുന്നുണ്ട്, അച്ഛാ, ഇവന് പഠിപ്പുണ്ടെന്നുള്ളതല്ലാതെ ഒരു വിവരമുണ്ടോ? എന്നാൽ ഈ പഠിപ്പും ബിസിനസ്സുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പഠിപ്പില്ലാത്ത എത്രയോ വലിയ ബിസിനസ് മാൻമാരാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാനുള്ളത്. അപ്പോൾ പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞത് അത് കറക്റ്റ് ഒരു പോയിൻ്റാണ്. ഇപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബിസിനസ് മാൻമാർ തന്നെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ് എന്ന് പറയുമ്പോഴേക്കും രവിയും അത് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേട്ടിട്ട് ശ്രുതി ഇടയിൽ കയറി പറയുന്നുണ്ട്, വർഷ പറഞ്ഞതിനകത്ത് 1-2 ആളുകൾ വേൾഡ് ടോപ്പേഴ്സൊക്കെ ആയിട്ട് പഠിക്കാത്തവരുണ്ടാവും. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ് ആയിട്ടുള്ളവർ എന്തായാലും നല്ല വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണെന്ന് പറയണേ. എന്നാൽ ശ്രുതി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ്റെ സംസാരം കേട്ടാൽ തോന്നും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമേ ഇല്ല. എങ്കിൽ പിന്നെ ആരും ഉറക്കളച്ചിരുന്ന് പഠിക്കേണ്ടയോ വലിയ വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാനേ. ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, എടപൊട്ട, അതൊന്നും അല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നല്ല അധ്വാനിക്കാൻ ഒരു മനസ്സും നല്ല ഒരു വിവരവും ഒരു കച്ചവട മൈൻഡും ഒക്കെ ഉണ്ടെങ്കിലേ ഏതൊരാൾക്കും നല്ലൊരു നിലയിൽ എത്താമെന്ന് തന്നെയാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വിദ്യാഭ്യാസം മാത്രം പോരാ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നല്ലതിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, അതെ, സച്ചി ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ശ്രുതി ആകെ അങ്ങ് ചമ്മി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്തായാലും രേവതി മോളെ ആരെന്തൊക്കെ പറഞ്ഞാലും മോള് നല്ലൊരു നിലയിലെത്തും, നല്ലൊരു ബിസിനസ് വുമൺ തന്നെ ആവുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ രേവതി, എന്തായാലും അച്ഛൻ പറഞ്ഞത് ഒരിക്കലും നടക്കാതിരുന്നിട്ടില്ല. അച്ഛൻ്റെ ഈ ഒരു മനസ്സും പ്രാർത്ഥനയും മാത്രം മതി നീ നമ്മൾ നല്ലൊരു നിലയിലെത്താൻ. അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി പോയിട്ട് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, മോളെ എന്തിനാ ഇത്? അച്ഛാ, ഞങ്ങൾ പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ എല്ലാ നന്മയും ആഗ്രഹിക്കുന്ന ഈ വീട്ടിലെ ഒരേ ഒരാളെന്ന് പറയുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പുറകിലോട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനുഗ്രഹം മേടിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് വരും മക്കളെ എന്ന് പറഞ്ഞിട്ട് രവിയും മനസ്സും നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. വലിയ പുച്ഛത്തോടു കൂടി ഇങ്ങനെ ശ്രുതി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രേവതിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് രേവതി സംസാരിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഒരു ഫ്രൂട്ട് ബൊക്കെ വേണം, നാളെ തന്നെ വേണം, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചെറിയ ബൊക്കയ്ക്കാണെങ്കിൽ 500, വലിയ ബൊക്കയ്ക്ക് 1000 രൂപയാവുമെന്ന് പറഞ്ഞിട്ട് അവർ ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിച്ചിട്ട് അന്നേരം തന്നെ ആ ക്യാഷ് അങ്ങ് അക്കൗണ്ടിലേക്ക് ഇടുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു അഡ്രസ്സ് തരാം, ഈ നമ്പറിൽ ഈ അഡ്രസ്സിൽ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ ഓക്കെ ആവുന്നുണ്ട്. അപ്പോഴേക്കും കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ട നമ്മുടെ ഫസ്റ്റ് ഓർഡർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു, അവർ അക്കൗണ്ടിലേക്ക് ക്യാഷും ചെയ്തു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ട്, കണ്ടോ രേവതി, അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞില്ല, അതിനിപ്പുറം തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണേ. അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, കെട്ടിയോനും കൂടി നാടകമൊന്നും കളിക്കണ്ട, ഇവിടെ നിന്ന് സംസാരിച്ച് കഴിയുന്നതിനിപ്പുറം നിങ്ങൾക്ക് ഓർഡർ കിട്ടിയെന്നോ, അതൊന്നും ഞങ്ങൾ ആരും ബുദ്ധിയില്ലാത്തവരാണോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഇത് ഓൺലൈൻ വഴി വന്ന ഓർഡറാണ്. അത് അപ്പോൾ തന്നെ ഞാൻ രേവതി ചേച്ചിയുടെ ബൊക്കയുടെ ഡെമോ എടുത്ത ഫോട്ടോയും രേവതി ചേച്ചിയുടെ നമ്പർ സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, അങ്ങനെ വന്ന കോളാന്ന് പറയാണ് കേട്ടോ.
എന്നാൽ ഇത് കേട്ടിട്ട് ചന്ദ്രമതി അങ്ങ് ആകെ ചമ്മിയും പോകുന്നുണ്ട്. എന്നാൽ രേവതിക്ക് വലിയ ഉയർന്ന നിലയിൽ എത്തുമെന്നുള്ള ഒരു ടെൻഷനാണ് കേട്ടോ ചന്ദ്രമതിക്ക് ആദ്യം തോന്നുന്നത്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടെ വന്നിട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഞങ്ങൾക്കും ചെറിയൊരു ഫ്രൂട്ട് ബൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് 500 രൂപ അന്നേരം തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ എന്താ ഇത്, പൈസയൊന്നും വേണ്ട, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്ത് തന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ചേച്ചി കുടുംബം വേറെ ബിസിനസ് വേറെ, എന്തായാലും ഇത് ഞങ്ങൾക്ക് ഈവനിങ് ആകുമ്പോഴത്തേനും ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചേൽപ്പിക്കുകയാണ് കേട്ടോ. ഇതൂടെ കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവള് ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാം തലയിൽ കയറിയിരുന്ന് മുളകരയ്ക്കുമല്ലോ, ഇവളെ എന്തായാലും നല്ലൊരു ഉയർച്ചയിലെത്തിയാൽ ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം പിന്നെയും പിറകിലാകത്തേ ഉള്ളൂ, എന്തായാലും ഇവളെ ഇങ്ങനെ ഉയരത്തിലെത്താൻ അനുവദിച്ചുകൂടാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതി അടുത്ത കുശുമ്പിനുള്ള പ്ലാനുകളൊക്കെ മനസ്സിൽ നെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിയോട് വർഷയോട് പറയുന്നുണ്ട്, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് വർഷേ, എന്തായാലും ഈ ഒരു കാര്യം ഇത്രയും സക്സസ് ആവാൻ കാരണം വർഷയാണല്ലോ എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ എന്തായാലും ഇതിന് താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് രേവതി ചേച്ചിയുടെ ബ്രില്യൻ്റ് കൊണ്ട് മാത്രം ഉണ്ടായതാണ്, അതിന് ഞാൻ ചെറിയൊരു സപ്പോർട്ട് ചെയ്തെന്ന് മാത്രം, രേവതി ചേച്ചി ഒരുപാട് ഉയരത്തിലെത്താൻ എപ്പോഴും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വർഷയും ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതിക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. ഫ്രൂട്ട്സ് ബൊക്കെയുടെ കൂടെ തന്നെ നമ്മുടെ ഫ്ലവറും ഡെലിവറി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രമതിക്ക് ഇത് കണ്ടിട്ട് ആകെ അങ്ങ് ടെൻഷനാണ്. ഇവള് ഒരുപാട് പൈസ സമ്പാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവളെ എൻ്റെ പരിധിയിൽ വരില്ലല്ലോ, പിന്നെ അടുക്കളയിലെ കാര്യമൊക്കെ ആര് നോക്കുമെന്നൊക്കെ ഉള്ള ഒരുപാട് ടെൻഷനിൽ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോഴും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ രേവതി ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കിട്ടുന്ന പൈസയൊക്കെ തന്നെ അവരൊരു കുടുക്ക പോലെ ഉണ്ടാക്കിയിട്ട് അവരുടെ റൂം പണിയാന്നുള്ളത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു കുടക്കയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ഒരേ മനസ്സോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ സച്ചിക്കും രേവതിക്കും സ്വന്തമായിട്ടൊരു റൂമുണ്ടാവും. വലിയ ലക്ഷാധിപതികളായി തന്നെ അവരുടെ നല്ല മനസ്സിന് ഉയരത്തിലെത്തുന്നത് കാണാൻ വരയ്ക്കും നമ്മുടെ ചാനലൊന്ന് വാച്ച് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഉയരെ കാണുന്നവരേക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.